വിഷു വിപണി കീഴടക്കി പാലക്കാടൻ മൺപാത്രങ്ങൾ. വിഷു വിപണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മൺപാത്രങ്ങൾ. പതിവ് പോലെ ഇത്തവണയും പാലക്കാട് നിന്നുള്ള മൺപാത്രങ്ങളും തലശ്ശേരി നഗരത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ്. വിഷു വിപണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മൺപാത്രങ്ങൾ. പതിവ് പോലെ ഇത്തവണയും പാലക്കാട്ട് നിന്നുള്ള മൺപാത്രങ്ങളും നഗരത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ്. കറിച്ചട്ടി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മൺപാത്രങ്ങൾ പാലശ്ശേരി ദേശീയപാതയോരത്താണ് വിൽപ്പന നടത്തുന്നത്. ആലത്തൂർ താലൂക്കിലെ പെരിങ്ങോട്ട് കുറിശ്ശിയിലെ പുറ്റുണ്ട രാധാകൃഷ്ണൻ, സഹോദരൻ സുബ്രഹ്മണ്യൻ, ഇവരുടെ ഭാര്യ കമലം എന്നിവരാണ് ഇത്തവണയും മൺപാത്രങ്ങളുമായി തലശ്ശേരിയിലെത്തിയത്. കളിമണ്ണിൽ നിർമ്മിച്ച അടുപ്പുകളും ഇത്തവണ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. 200 മുതൽ 350 രൂപ വരെയാണ് സിംഗിൾ അടുപ്പിന്റെ വില. ഇതിന്റെ ഇരട്ടിയോളം വില വരും ഡബിൾ അടുപ്പിന്. കറിച്ചട്ടികളാണ് ഏറെയുള്ളത്. 120 രൂപ മുതൽ മേൽപോട്ടാണ് വില. പുട്ടുംപാനി, ജഗ്, കൂജ, ഭരണി, ചെടിച്ചട്ടികൾ തുടങ്ങിയവ ഇവിടെയുണ്ട്. ചെറിയ ജഗ്ഗിന് 200 രൂപയാണ് വില, വലുതിന് 300 രൂപയും. വ്യത്യസ്ത വലുപ്പത്തിലുള്ള മൺകൂജയ്ക്ക് 250 രൂപ മുതൽ 600 രൂപ വരെ വിലയുണ്ട്. വേനൽ കടുത്തതോടെ തണുത്ത വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കൂജയ്ക്ക് ആവശ്യക്കാരേറെയാണെന്ന് ഇവർ പറയുന്നു. പാലക്കാട്ടു നിന്ന് തലശ്ശേരി വരെയുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജിലെ വർധനയും കളിമണ്ണിന്റെ ലഭ്യതക്കുറവും കാരണം മൺപാത്രങ്ങൾക്ക് വില കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും ആവശ്യക്കാരേറെയുണ്ടെന്നും ഇവർ പറയുന്നു. 18 വർഷമായി മൺപാത്രങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഈ കുടുംബമാണ്. അപ്പൊ ഇത് കളിമൺ പാത്രങ്ങളാണ്, നല്ല ഒറിജിനൽ കളിമണ്ണ്. ഇത് മണ്ണെടുക്കുന്നതോറും തീരുന്നോണ്ട് മണ്ണ് വലിയ പൈസയാണ്. പിന്നെ എന്താ പറയാ, അത് മണ്ണെടുത്ത് കൊണ്ടുവന്ന് ഇത് സാധനമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൺപാത്രത്തിന് ഇത്ര വിലയോ, അതിന്റെ കഷ്ടപ്പാട് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് ഇത് ഉണ്ടാക്കി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. പിന്നെ മെയിൻ അടുപ്പാണ് ഇപ്പൊ അധികം ചെലവ്. അടുപ്പുണ്ട്, പിന്നെ വെള്ളമൊഴിക്കുന്ന പൂജയുണ്ട്, പിന്നെ വിഷുവിന്റെ സീസൺ ആയതുകൊണ്ട് കൃഷ്ണന്മാരുണ്ട്, എല്ലാ സൈസ് പാത്രങ്ങളും ഉണ്ട്. ഫ്രൈ പാൻ ഉണ്ട്, ബൗളുണ്ട്, ചീനച്ചട്ടി ഉണ്ട്, എല്ലാ അങ്ങനെ എന്നുകൊണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം പഴയ പോലെയല്ല, കുറച്ചും കൂടി ഈ മൺപാത്രത്തിലോട്ട് വന്നു. പക്ഷെ നമ്മുടെ മക്കൾ ഈ പണി വിട്ടുപോയി, അതാണ് പ്രശ്നം. ഞങ്ങള് എന്താ പറയാ, എന്റെ ഓർമ്മയിൽ നമ്മളിത് പണിയുന്ന ആൾക്കാരല്ലേ. ഈ തലശ്ശേരിയിൽ വന്നിട്ട് തന്നെ 24 വർഷം. നിർമ്മാണ രീതി മണ്ണ് കൊണ്ടുപോവാ, പിന്നെ വണ്ടി അവരും നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും, വലിയ പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനെ മണ്ണ് കിട്ടാൻ വലിയ പാടാണ്. ചെലവ് മണ്ണ്, വിറക്, അതിനുള്ള സാധനങ്ങൾ ഒരുപാട് ചെലവുണ്ട്. അതിന് കുറെ ഡാമേജ് ആയി പോകും. ഇത് വെന്ത് വരുമ്പോ തന്നെ അത് നമ്മളെ നഷ്ടം നമ്മൾ തന്നെ വഹിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കൊടുക്കുന്നു നല്ല സാധനം ആൾക്കാരുടെ കൈ കൊടുത്ത മണ്ണിന്റെ പാത്രമല്ലേ, അതിന് ഇത്രയും പൈസ ഉണ്ടോ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇത് ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മുടെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പാടുണ്ടോന്ന് അവര് ഇങ്ങോട്ട് ചോദിക്കും. ആരോഗ്യത്തിന് മൺചട്ടിയൊന്നുമല്ല, കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാല് രണ്ടാമതൊന്നും ആയി വരുന്നു. അതിന്റെ ഒരു മൺപാത്രം തന്നെ നല്ലൊരു ഗുണം. കാരണം മൺപാത്രം ഏറ്റവും നല്ലത്. കുറെ അസുഖങ്ങൾ മാറി. കച്ചവടം ഇത്തിരി കുറവാണ് ഇപ്പൊ ഈ പ്രാവശ്യം.